സ്വർഗീയനാദം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ സ്നേഹിതർക്കും സ്നേഹവന്ദനം. ഈ വിശുദ്ധ ദിവസത്തിലെ വചനചിന്തയ്ക്കായി 100-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ വായിക്കുന്നു. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന ആടുകളും തന്നെ. അവിടുത്തെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. ദൈവമക്കളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ്. എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമായി നമുക്ക് പറയുവാൻ ധാരാളം കാരണങ്ങളുണ്ട്. ഇന്ന് നാം വായിച്ച സങ്കീർത്തനം പരിശോധിച്ചാൽ ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ തന്റെ ദൈവമെന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതെ, ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. നാം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ്, എത്ര അതിശയകരമായിട്ടാണ് ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ ഈ നിലയിൽ നമ്മെ നിർമ്മിച്ച ദൈവത്തെ നമുക്ക് ആരാധിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവിടുത്തെ സൃഷ്ടി എന്ന നിലയിൽ നമ്മുടെ ജീവിത അന്ത്യം വരെയും നമ്മുടെ പിതാവാം ദൈവത്തെ നാം ആരാധിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇനി ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ പറയുന്ന മറ്റൊരു കാരണം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവിടെ നാം അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ എന്നാണ്. ഇവിടെ അവന്റെ ജനത്തെ അഥവാ നമ്മെ അവൻ മേയ്ക്കുന്ന ആടുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അനുഭവിച്ചറിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും അവിടുന്ന് എത്ര നന്നായിട്ടാണ് നമ്മെ പോറ്റി പുലർത്തുന്നത്. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നന്മകളും നൽകി നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മെ വിടുവിച്ച് ഒരു നല്ല ഇടയനെ പോലെ നമ്മെ പരിപാലിക്കുന്നു. ഇത് ഓർക്കുമ്പോൾ ഈ നന്മ അനുഭവിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തെ ആരാധിക്കുവാൻ മതിയായ കാരണമാണിത്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു കാരണം പറഞ്ഞാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ചില ശ്രേഷ്ഠ ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാണ് ദയ. നാം വായിക്കുന്നത് ആ ദയ എന്നേക്കുമുള്ളത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദയയുടെ വലിപ്പം അത് വാക്കുകളിൽ ഒതുക്കി നിർത്തുവാൻ സാധിക്കുന്ന ഒന്നല്ല. അത് തീർന്നു പോകാത്തതും എന്നേക്കുമുള്ളതുമാണ്. ആ മഹാകരുണയാണ് ദൈവം നമ്മോട് കാട്ടിയത്. ആ വലിയ ദയ അക്ഷരാർത്ഥത്തിൽ നമ്മോട് കാണിച്ച സ്ഥലമാണ് കാൽവരിയിലെ ക്രൂശ്. പാപത്തിന്റെ ശമ്പളമായിരുന്ന മരണം നമ്മുടെ ഓഹരിയായിരുന്നപ്പോൾ ദൈവത്തിന് നമ്മോട് ദയ തോന്നി. കരുണാസമ്പന്നനായ ദൈവം തന്റെ പുത്രനെ കാൽവരി ക്രൂശിൽ നമുക്ക് പകരം യാഗമാക്കി നമ്മുടെ മരണവിധി നമ്മിൽ നിന്ന് മാറ്റി. ദൈവം നമ്മോട് കാണിച്ച ഈ മഹാദയയുടെ വലിപ്പം എങ്ങനെ നമുക്ക് കാണാതിരിക്കുവാൻ സാധിക്കും? ഇങ്ങനെ നമ്മെ സ്നേഹിച്ച ദൈവത്തെ എങ്ങനെ ആരാധിച്ചാൽ മതിയാകും? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ സൃഷ്ടാവിന്റെ മുമ്പിൽ, നമ്മെ മേയ്ക്കുന്ന ഇടയന്റെ മുമ്പിൽ, നമ്മോട് മഹാദയ കാണിച്ച നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല ഇടയനുമാണല്ലോ. നല്ല ഇടയനായ അങ്ങ് ആടുകൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ജീവനെ നൽകിയല്ലോ. ആ മഹാദയയ്ക്ക് മുമ്പിൽ, ദൈവസ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ സാഷ്ടാംഗം വീണ് അങ്ങയെ നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം സ്വീകരിക്കണമേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവനെ വണങ്ങിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവനെ വണങ്ങിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾ നാം അവനെ വാഴ്ത്തിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നുമുള്ളത്.
ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ